പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെല്ലാവർക്കും ഈ ആഗമനകാല സന്ദേശത്തിലേക്ക് സ്വാഗതം. ഈ ആഗമനകാലത്തിൻ്റെ സന്ദേശത്തിലേക്ക് വരുമ്പോൾ എനിക്ക് മെജുഗൊരിയയിൽ ചെന്നപ്പോൾ മാതാവ് സമ്മാനിച്ച വലിയ സമ്മാനം ഇതാണ്, ഉണ്ണീശോ. ഈ ഉണ്ണിയുടെ ആഗമനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. നമ്മുടെ എല്ലാം ഭവനത്തിൽ ഇങ്ങനെ ഒരു ഉണ്ണീശോ ഉണ്ടാകണം. നമ്മളെപ്പോഴും ക്രൂശിതനായ കർത്താവിനെയും തിരുഹൃദയത്തെയും വലിയ ഈശോയെയുമാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കും, അതിൻ്റെ എല്ലാം രഹസ്യം അടങ്ങിയിരിക്കുന്നത് ഉണ്ണീശോയിലാണ്. സകല പ്രവചനത്തിൻ്റെയും പൂർത്തീകരണമായി ഉണ്ണി പിറക്കുന്നതിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുക. കണ്ടോ, എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ. ഇതുപോലെ ഒരു ഉണ്ണിയെ നിങ്ങൾ സ്വന്തമാക്കണം, നിങ്ങളുടെ വീട്ടിൽ വെക്കണം. എന്നിട്ട് ആ ഉണ്ണിയെ നോക്കിയിട്ട് അതിലാരെല്ലാം ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പ്രൈസ് ദ ലോർഡ്. വരുവിൻ, പ്രവചനവരത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ ദിവസത്തെ പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഞാൻ സൂപ്പർ നാച്ചുറൽ ശുശ്രൂഷയിലേക്ക് ഉയർത്തുന്നു. സൂപ്പർ നാച്ചുറൽ വിശ്വാസവും നമുക്ക് കിട്ടണം. ഈ ദിവസങ്ങളിൽ ഒരുപാട് പേര് എനിക്ക് ആശംസകൾ അയച്ചു. ഒരുപാട് പേര് പലതരത്തിലുള്ള ഇൻ്ററാക്ഷനുകൾ നടത്തിയതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വളരെ സങ്കടത്തോടെ ഞാൻ പറയുകയാണ്, ഞാനടക്കമുള്ള നമ്മുടെ വിശ്വാസം ഇനിയും വളരാനുണ്ട്. കുറ്റമായിട്ടല്ലത്, ഇതൊരു ആവശ്യമാണ്. ഇന്നത്തെ ആഗമനകാലത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ചത്തെ വായന എന്നും ഞാൻ പറയാറുണ്ട്. അത് ക്രിസ്ത്യാനിയെക്കുറിച്ചല്ല, ഒരു വിജാതീയൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. എല്ലാ വർഷവും ആഗമനകാലത്തെ ഒന്നാം തിങ്കളാഴ്ചത്തെ വായന ശതാധിപൻ പറഞ്ഞതാണ്, കർത്താവേ, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവിടെ എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. അങ്ങ് എൻ്റെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല. ഇതെന്നും എനിക്ക് ഒരു വലിയ മാർഗദീപമാണ്. എന്തായിരുന്നു അയാളുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം? അതിനെക്കുറിച്ച് നമ്മൾ സഭാപിതാക്കന്മാരുടെ പ്രബോധനത്തിൽ നിന്ന് മനസ്സിലാക്കി. അയാൾ വിശ്വസിച്ചു ഈ യേശു ദൈവമാണെന്നും ആ ദൈവം എന്നുള്ള നിലയ്ക്ക് ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്നും ഈശോ സർവ്വവ്യാപിയാണെന്നും ഈശോ സ്വയമേവ ഒരു സ്ഥലത്ത് ചെല്ലേണ്ട ആവശ്യമില്ല എന്നും ഈശോയുടെ ഒരു വാക്ക് മതി അത്ഭുതം നടത്താൻ. ഇതാണ് ഇനിയും നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മുടെ ഈ പ്രാർത്ഥനയുടെ എല്ലാം ലക്ഷ്യം, കഴിഞ്ഞ ദിവസത്തെ പ്രവചനത്തിൽ കർത്താവ് നൽകി സൂപ്പർ നാച്ചുറൽ ശുശ്രൂഷകൾ ഉണ്ടാകണം. അതനുസരിച്ചോ അല്ലാതെയോ കർത്താവ് കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് ഒരുപാട് പുതിയ ശുശ്രൂഷകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം എല്ലാവരുടെയും രോഗശാന്തി എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടണം. ഇന്നത്തെ ശതാധിപൻ പറഞ്ഞ പോലെ അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രധാനം. അതോടൊപ്പം ഒരുപാട് പേർക്ക് വലിയ അത്ഭുത രോഗശാന്തിയുടെ ആവശ്യങ്ങളുണ്ട്. കർത്താവ് നമ്മളെ കാരിസം വർക്ക്ഷോപ്പുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നടത്താനായിട്ട് ബുക്കിംഗ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് എന്നെ അസുഖമാക്കുന്നത്? എന്നെ അസുഖമാക്കുന്നതിൻ്റെ ആവശ്യം ഈ അത്ഭുത രോഗശാന്തിയെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചാൽ മാത്രം പോരാ, ആ അത്ഭുത രോഗശാന്തി എങ്ങനെ ഉണ്ടാകണമെന്ന് എനിക്ക് തന്നെ ഉള്ള വിശ്വാസം വരണം. അത്ഭുത രോഗശാന്തികൾ
ആദ്യകാലങ്ങളിൽ നമ്മുടെ ശുശ്രൂഷയിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ അത് നടക്കുന്നില്ല? ഞാൻ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവ്, ആദ്യകാലങ്ങളിൽ നമ്മളിലൂടെ നടന്ന പോലെയുള്ള അത്ഭുത ശുശ്രൂഷകൾ എന്തുകൊണ്ട് നടക്കുന്നില്ല? അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്ന ഒരു ബോധ്യം ഇതാണ്: എൻ്റെ വിശ്വാസം വർദ്ധിക്കണം. അപ്പോൾ അതാണ് നമ്മളുടെ പ്രധാന മാത്രമല്ല, കർത്താവ് നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന മറ്റൊരു ബോധ്യം, വിശ്വാസം വർധന മാത്രമല്ല, പ്രവചനം ഉപയോഗിച്ച് സൗഖ്യപ്പെടുത്തുക, പ്രവചിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രവചനത്തിലേക്ക് നീങ്ങുമ്പോൾ ഞാൻ ആദ്യം ഒച്ചയിൽ പറയാൻ പാടില്ല എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒച്ച കുറയ്ക്കുന്നു. നിങ്ങളുടെ ഒച്ച കേൾക്കില്ലെങ്കിലും നിങ്ങൾ പ്രവചനം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്കും പ്രവചനങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്കുണ്ടാകുന്ന പ്രവചനം നിങ്ങൾ ഫോൺ, വാട്സപ്പിൻ്റെ ഓഡിയോ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ പ്രവചനം കിട്ടിയാൽ നിങ്ങളത് ഓഡിയോ ആയിട്ട് എനിക്ക് അയയ്ക്കുക. ഞാൻ ആ പ്രവചനം ഇവിടെ ഓഡിയോ ആയിട്ട് കേൾപ്പിക്കാം. ഇതെല്ലാം പുതിയ ശുശ്രൂഷയുടെ ഭാഗമാണെന്ന് വിചാരിക്കുക. നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളവർ ഒരുമിച്ച് ഒരു ശുശ്രൂഷ നടത്തുന്നു. അതുകൊണ്ട് എല്ലാവരും പ്രവചനവരത്തിനായി പ്രാർത്ഥിക്കുക. പ്രവചനവരമുള്ളവർ അതിരം തുറന്ന് പ്രവചിക്കുക. ആ പ്രവചിക്കുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ പ്രവചനങ്ങൾ ശബ്ദമായിട്ട് റെക്കോർഡാക്കുക. എന്നിട്ട് എനിക്ക് ഉടനെ തന്നെ അയക്കുക. അത് ഞാനിവിടെ ഉടനെ തന്നെ കേൾപ്പിക്കാം. അപ്പോൾ പ്രവചനത്തിനായിട്ട് നമുക്ക് കാതോർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിംഗപ്പൂരിൽ നിന്നുള്ള ഡോക്ടർ ട്രെസൻ പ്രൊഫസി അയച്ചേക്കുന്നത് ഇപ്പോൾ ഞാൻ കേൾപ്പിക്കാൻ പോവുകയാണ്. I give you a faith that moves mountain. Believe in the anointing that I have given you, and I have given you a powerful empowerment, powerful anointing, a powerful gift of faith. Miracles are happening, wonders are happening. A faith that surpasses the faith of Abraham, a faith that surpasses the faith of Abraham. Believe this. This is the word I have given up into your heart, into your mouth. I have put my words. Prophesy. Believe in the prophetic gift, prophetic anointing. Believe in it. You are made my tongue. You are appointed as my tongue. Prophesy, and it will happen. You are given the power of faith, the gift of faith, supernatural faith that moves mountains, that cures the sick, that raises the dead, that works wonders, that works wonders in the nature, that stops rain, that causes rain, that stops rains, that stops storms. Praise the Lord. Praise the that Lord. moves mountain. Believe. You are anointed. You are anointed. You are empowered. You are empowered. Amen. Thank you. Praise the Lord. Thank you, Tristan. Thank Holy Spirit. Thank you, Lord, for the gift of prophecy. Now the prophecy is coming for me. Shagalamura kallamakara, shialamara kira makura, urulabiala makura. എന്റെ വാത്സല്യഭാചനങ്ങളെ, ഞാൻ നിങ്ങളെ ശക്തീകരിക്കുന്നു. എന്റെ ഉയർപ്പിന്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഞാൻ ഉത്ഥിതനായ കർത്താവാകുന്നു. എന്റെ ഉയർപ്പിന്റെ ശക്തി നിങ്ങളിലേക്ക് ഞാൻ പ്രവഹിപ്പിക്കുന്നതിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. നിങ്ങളിപ്പോഴും ഭൂമിയിലുള്ളതിൽ കണ്ണുവെക്കാതെ സ്വർഗീയ ശക്തിയിൽ കണ്ണുവെക്കുവിൻ. ഞാൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. എന്റെ ഉത്ഥാനത്തിലും
എന്റെ സ്വർഗാരോഹണത്തിലും പ്രവർത്തിച്ച ശക്തിയാണ് നിങ്ങളിലേക്ക് ഞാൻ നൽകിയിരിക്കുന്നത്. ശകലമക്കുറ ശകലമക്കുറ ലബറമക്കുറ. ഞാൻ നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഞാൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളിലൂടെ ഞാൻ വലിയ കാര്യങ്ങൾ ലോകത്തിൽ ചെയ്യും. അനേകം പേരുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു. ബിഷപ്പുമാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും അൽമായ പ്രേക്ഷിതരുടെയും വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു. Praise the Lord. ഇനി ആർക്കെങ്കിലും പ്രവചനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പ്രവചിക്കുക. അതെനിക്ക് വാട്സപ്പിൽ അയക്കുക. ടെക്സ്റ്റായിട്ട് അയക്കാം, വോയിസ് ആയിട്ട് അയക്കാം, ഭാഷാപരത്തിലുള്ള പ്രവചനമായിട്ട് അയക്കാം. ഞാനത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഇപ്പോൾ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നത്തെ ഈ പ്രവചനത്തിന്റെ സ്ഥിരീകരണത്തിന്റെ സൗഖ്യം. ഇപ്പോൾ ആദ്യം വരുന്നത്, ഒരാൾക്ക് ശരീരത്തിൽ പ്രത്യേകിച്ച് പുറകുവശത്തായിട്ട് ഒരു ദിവ്യ സ്പർശനം ഉണ്ടാകുന്നു. ഈ പുറകുവശത്തായിട്ട് ഒരു ദിവ്യ സ്പർശനം, അടിയലിന് കീഴെ സൗഖ്യം കിട്ടുന്നു. പ്രൈസ് ദ ലോർഡ്. മൂന്നാമത്തെ സൗഖ്യം, ശക്തമായ തലവേദന മാറുന്നു. ശക്തമായ തലവേദന മാറുന്നു. നാലാമത്തെ സൗഖ്യം, കാലിൻ്റെ അടിയിൽ മുള്ള് കയറി പഴുത്ത വ്രണമായിരിക്കുന്ന ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. ട്രസൻ മാത്യു is writing, a person is healed from severe flatulence issue which is quite embarrassing for several years. മറ്റൊരു സൗഖ്യം, കുഴിനകം സുഖപ്പെടുത്തുന്നു. ഈ വലിയ ശുശ്രൂഷകൾക്കെല്ലാം വേണ്ടിയിട്ട് കർത്താവിൻ്റെ സൗഖ്യദായക ശക്തിയുടെ ഒരു പ്രസരണം നമ്മളെല്ലാവരും അനുഭവിക്കണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ മേരി കാതറിംഗ് is a medical doctor. She received the healing of the lower jaw right now. So let us thank God for the confirmation of the healing. ഇതെല്ലാം ഈ സന്ദേശത്തിന്റെ ഒരു കൺഫർമേഷനാണ്. ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടർ കൂടിയാണ്. Praise the Lord. Hallelujah. Hallelujah. Yeah. Marasa mushkata marasa gashakata marashakata rupasa shota marasa kashimuturusa mashukbasuda shakarama chakalata muchiklitarado mujumasika rukarasu rupa chakata parasa machudasaba shamalaturusa kashipitarasa mushakatasu shumarapachkuda mashkata masara. Praise the Lord. It's a powerful prophecy in tongues from Prince Philip from America. In the വ്യാഖ്യാനം, മക്കളെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. മക്കളെ ഞാൻ നിങ്ങളിൽ തന്നെയുണ്ട്. മക്കളെ നിങ്ങൾ എന്നിലുണ്ട്. ഞാനും നിങ്ങളും ഒന്നാണ്. ഞാനും നിങ്ങളും രണ്ടല്ല. ഞാൻ നിങ്ങളും ഒന്നാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അതിനാൽ എനിക്ക് എന്നിലൂടെ ഒഴുകുന്നതെല്ലാം നിങ്ങളിലൂടെ ഒഴുകുന്നു. തുടർന്ന് അതിനാൽ എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ ഒന്നുകൊണ്ടും അധൈര്യപ്പെടേണ്ട. നിങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമായി എന്നിൽ ആശ്രയിക്കുക. എന്നിൽ ആശ്രയിക്കുക. ഞാനും നിങ്ങളും രണ്ടല്ല. ഞാനും നിങ്ങളും ഒന്നാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും എല്ലാം നിങ്ങളിലൂടെയും ഞാൻ ചെയ്യും. നിങ്ങളിലൂടെ ഞാൻ ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ. ഓ, താങ്ക് യു പ്രിൻസി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം. പ്രിൻസി ഫിലിപ്പിന് കിട്ടിയ ഈ പ്രവചനം. ഇതാണ് പുതിയ ശുശ്രൂഷ.
ഇനിയും നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ പ്രവചനം കിട്ടുന്നതോടനെ എഴുതി അറിയിക്കുക. ഐ വിൽ ഇന്റർപ്രറ്റ് ഇറ്റ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. ആഗമനകാല സന്ദേശം, അഡ്വന്റ് മെസ്സേജ്. ഇതാണ് ആഗമനകാലത്തില് നമ്മൾ വീക്ഷിച്ചിരിക്കുന്ന ഉണ്ണീശോ. ഉണ്ണീശോയെ കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഇതാണ് ആഗമന കാലത്തിന്റെ ഒരു പ്രത്യേക സന്ദേശം. ഉണ്ണീശോയെ കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കണേ? നമ്മുടെ മനസ്സിൽ എന്താ? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മളുടെ വീടുകളിൽ ഇനി ഒരു ഉണ്ണീശോയുടെയും കൂടി രൂപം വേണം. യേശുകുരിയായിൽ വെച്ച് ഇപ്പൊ മാതാവിന്റെ അടുത്ത് ചെന്നപ്പോൾ മാതാവ് എനിക്ക് തന്ന സമ്മാനം മാത്രമല്ല, ഇത് ഹീലിംഗ് ഓഫ് ഫാമിലി ട്രീയില് ഇത് ഉപയോഗിച്ച് ക്ലാസ് എടുക്കാനും കൂടി വേണ്ടിയാണ്. അതോടൊപ്പം ഈ ആഗമന കാലത്തിന്റെ സന്ദേശത്തിൽ ഉണ്ണീശോ ആണല്ലോ ഒരു പ്രധാന ഘടകം. എന്നാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില രഹസ്യങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. രഹസ്യങ്ങൾ ഇതാണ്. പ്രധാന രഹസ്യം നമ്മൾ ഈ ദിവസങ്ങളിലെ പല വീഡിയോകളിലും എല്ലാം കേട്ട് കാണും. 3 ആഗമനമാണുള്ളത്. ആഗമനകാലത്ത് ഉണ്ണീശോയെ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ലത്തീൻ ആരാധനാക്രമത്തിലെ വായന ഈശോയുടെ വീണ്ടും വരവിനെ കുറിച്ചാണ്. ഈശോയുടെ വീണ്ടും വരവാണ് ഏറ്റവും വലിയ ആഗമനം, ഏറ്റവും പ്രധാന ആഗമനം. ആ ആഗമനം ഞാൻ ഡോക്ടർ ബിഷപ്പ് ബാരന്റെ ടോക്ക് ഇന്നലെ കേട്ടു. ബിഷപ്പ് ബാരന്റെ ടോക്ക് അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു സരളമായ ഒരു കാര്യം ഞാൻ പറയുകയാണ്. നമുക്ക് മലയാളികൾക്ക് എളുപ്പം മനസ്സിലാവുന്നത്. നമ്മൾ സിനിമ കാണുമ്പോൾ ട്രാജഡി കോമഡി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു കഥയുടെ അല്ലെങ്കിൽ സിനിമ. മലയാളികൾക്ക് അധികം ഇഷ്ടം ട്രാജഡിയാണ്. നമ്മളറിയാം, ചെറുപ്പകാലത്ത് സിനിമ കാണാൻ പോകുമ്പോൾ ട്രാജഡി ഉള്ള സിനിമകൾക്ക് ഭയങ്കര തള്ളലാണ്. എന്നാൽ കോമഡി സിനിമകൾക്ക് വലിയ ആൾക്കാരില്ല. പക്ഷെ ഈ കോമഡി എന്ന വാക്കിന്റെ അർത്ഥമാണ് ബിഷപ്പ് ബാരൻ മനസ്സിലാക്കിച്ചത്. കോമഡി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കോമാളിത്തരം കാണിച്ചിട്ട് സന്തോഷിപ്പിക്കുന്നതല്ല കോമഡി എന്ന് പറയുന്നത്. കോമഡി എന്ന വാക്കിന്റെ അർത്ഥം ഒരു സന്തോഷ പര്യവസാനം. ആ കഥയുടെ അവസാനം വലിയ ആനന്ദവും സന്തോഷവുമാണ്. ഇതാണ് ആഗമനം. ആഗമനം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിനെ മുഴുവനും കോമഡിയാക്കുന്നു. അതിന്റെ അർത്ഥം ശ്രദ്ധിക്കണം. കോമഡി എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന് സന്തോഷ പര്യവസാനം നൽകുന്നു. എന്നിട്ട് അദ്ദേഹം പറയായിരുന്നു, ബൈബിളിന്റെ ഏറ്റവും അവസാനത്തെ വാക്ക് ഇതാണ്, മാരാനാഥ, കർത്താവേ വേഗം വരണമേ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാന ആഗമനം. അപ്പോൾ കർത്താവിന്റെ ആ രണ്ടാമത്തെ ആഗമനം വരണമെങ്കിൽ എന്തു വേണം? ആദ്യത്തെ ആഗമനം വേണം. അതുകൊണ്ടാണ് ഈ ആഗമനകാലത്തിന്റെ 1-ാം ഞായറാഴ്ചത്തെ വായന അന്ത്യവിധിയും അല്ലെങ്കിൽ അവസാന വരവിനെ കുറിച്ച് പറയുന്നത്. അവസാന വരവിനേക്കായിട്ടുള്ള ഒരുക്കമായിട്ടാണ് ആദ്യത്തെ വരവ്. നമ്മളെല്ലാവരും ആഗമനകാലത്ത് പുൽക്കൊഴുത്ത് പണിയുന്നു, ഇതെല്ലാം ചെയ്യണം. പക്ഷെ ഇതെല്ലാം പണിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആഗമനം രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. അപ്പൊ എന്താണ് ഇനി മൂന്നാമത്തെ കാര്യം? മൂന്നാമത്തെ കാര്യം, ഈ ആഗമനം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വ്യക്തിപരമായ ആഗമനമായി മാറണം. അപ്പോ ഇനി നമുക്ക് ഒന്നാമത്തെ ആഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ ആഗമനം, ദൈവം മനുഷ്യനായി, ദൈവവചനം മനുഷ്യനായി, ഹിസ്റ്റോറിക്കലായിട്ട് ദൈവം മനുഷ്യനായി.
ഇന്ന് ഇതിന്റെ രഹസ്യത്തെക്കുറിച്ച് നമ്മൾ തന്നെ പഠിക്കാൻ പോവുകയാണ്. അതാണ് ഒന്നാമത്തെ ആഗമനം. രണ്ടാമത്തെ ആഗമനം എന്ന് പറഞ്ഞാൽ ആ ദൈവ മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായിട്ട് ഒന്നാകുന്നു. എമ്മാനുവേൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുന്നു, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗമനമാകുന്നു. അതാണ് രണ്ടാമത്തെ ആഗമനം. മൂന്നാമത്തെ ആഗമനം യുഗാന്ത്യപരമായ ആഗമനം. എന്നാൽ ആ യുഗാന്ത്യപരമായ ആഗമനത്തെ നമ്മൾ നോക്കി പാർക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു മുൻ ആസ്വാദനം എല്ലാ ദിവസത്തെയും വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുഭവിക്കുന്നു. ഇതാണ് 3 ആഗമനം. ഇനി കുർബാന പുസ്തകം. അപ്പൊ ഇതിൽ വളരെ പ്രധാനപ്പെട്ട അഫ്ര പ്രാർത്ഥനയിലുള്ള ഒരു പ്രാർത്ഥനയാണ്, അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു, അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. ഈ കുർബാന പുസ്തകത്തിന്റെ 79-ാമത്തെ പേജിൽ പറയുന്നത്, കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അടുത്തതാണ്, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും. അപ്പോൾ ഉണ്ണീശോയുടെ ഈ മനുഷ്യപ്രകൃതി, ഉണ്ണീശോയുടെ ഈ മനുഷ്യപ്രകൃതി ആരുടെയാണിത്? അതാണ് നമ്മൾ ഉണ്ണീശോയെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഉണ്ണീശോയുടെ ഈ മനുഷ്യപ്രകൃതി നമ്മളെല്ലാവരുടെയുമാണ്. അദൃശ്യനായിരുന്ന ദൈവം, നിത്യവചനമായിരുന്ന ദൈവം കർത്താവിന്റെ മാതാവ് പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. ആ ഗർഭധാരണത്തിൽ ജനിച്ച ദൈവമനുഷ്യൻ, ആ ദൈവമനുഷ്യന്റെ മനുഷ്യപ്രകൃതി എവിടെ നിന്ന്? ഈ മനുഷ്യപ്രകൃതി നമ്മളെല്ലാവരുടെയുമാണ്. നമ്മൾ ഓരോരുത്തരും ജാതിമതഭേദമന്യേ. ഇതാണ് വിശ്വാസം വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരികയാണ്. എന്താ വിശ്വാസം വർദ്ധിക്കണമെന്ന് പറഞ്ഞാൽ? വിശ്വാസം വർദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ആ ക്രിസ്തു രഹസ്യത്തിൻ്റെ ഉൾപ്പൊരുൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിനുണ്ടായ വിശ്വാസം പോരാ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അബ്രാഹത്തിന്റെ വിശ്വാസത്തെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. എന്നാൽ 12-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനം പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടണം. അപ്പോൾ ആ യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് പലസ്തീനയിലെ തെരുവിൽ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു യേശുക്രിസ്തുവിനെയാണ്. അങ്ങനെ അല്ല ചിന്തിക്കേണ്ടത്. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് കാലിത്തൊഴുത്തിൽ മനുഷ്യനായി പിറന്ന ദൈവപുത്രനെ കുറിച്ചാണ്. ആ ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ ഞാനും നിങ്ങളും ആ മനുഷ്യാവതാരത്തിൽ ഉണ്ട്. ഇതിലൊന്ന് വിശ്വസിക്കാമോ? ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? നമുക്കൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ആ ഒരു പോയിന്റിനെ അത്ര കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. നമ്മൾ ആരാണ്? നമ്മൾ എവിടെയാണ്? ഈ ജനിച്ച മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തുവിൽ സകല ജാതി മതസ്ഥരും ഉണ്ട്. ഞാനും നിങ്ങളും മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിമുകളും സിഖ്, പഞ്ചാബി, പാഴ്സി, എല്ലാ നിരീശ്വരവാദികളും എല്ലാവരും ഇതിലുണ്ട്. നമുക്കൊന്ന് ഹൃദയത്തിൽ അതൊന്ന് സ്വീകരിക്കാമോ? അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും.
ഈശോയെ ഞാൻ സ്വീകരിക്കുന്നു. ഈ ഉണ്ണീശോയിൽ സകല ജാതി മതസ്ഥരും ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ പീഡാനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈശോയുടെ ശരീരത്തിൽ ആവുകയും ഈശോ നമ്മളെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. നമ്മുടെ പാപം ഈശോ ശരീരത്തിൽ ഏറ്റെടുത്തത് എങ്ങനെയാ? ഈ മനുഷ്യാവതാരം മുതലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ മാർവലസ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് CCC 526 പഠിപ്പിക്കുന്നത്. CCC 526 പറയുന്നുണ്ട്. അത് മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കല്ല അവിടെ ഉപദേശിക്കുന്നത്, രൂപാന്തരീകരണം എന്നാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് മാർവലസ് എക്സ്ചേഞ്ച്. അതാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അപ്പൊ നമ്മുടെ മനുഷ്യ സ്വഭാവം കർത്താവ് സ്വീകരിച്ചപ്പോൾ കർത്താവിന്റെ ദൈവ സ്വഭാവം നമുക്ക് നൽകി. എന്തായിരുന്നു നമ്മുടെ മനുഷ്യ സ്വഭാവത്തിന്റെ അവസ്ഥ? അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും. കണ്ടോ, ഈശോ സ്വീകരിച്ച നമ്മുടെ മനുഷ്യ സ്വഭാവം അധപ്പതിച്ച മനുഷ്യ സ്വഭാവമാണ്. ഉത്ഭവപാപം മൂലം കലുഷിതമായ അധപ്പതിച്ച മനുഷ്യ സ്വഭാവത്തെ ഈശോ സ്വീകരിച്ചുകൊണ്ട് ഈശോയിലുണ്ടായിരുന്ന ദൈവ സ്വഭാവം നമുക്ക് നൽകി. ഇതൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് വിശ്വസിക്കാമോ? ഇത് വിശ്വസിക്കുന്നവരൊന്ന് കരം ഉയർത്തിയേ. ആദത്തിന്റെ പാപം മൂലം അധപ്പതിച്ച നമ്മുടെ മനുഷ്യ സ്വഭാവത്തെ ഈശോ സ്വീകരിച്ചുകൊണ്ട്, അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ അതൊന്ന് വായിക്കാം. He exchanged his divine nature. 526, the holy exchange. Christmas is fulfilled in us. Christmas is the mystery of this marvelous exchange. Oh, marvelous exchange! Man's creator has become man, born of the Virgin. We have been made sharers in the divinity of Christ, who humbled himself to share our humanity. അപ്പോൾ അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കുകയാണ്. അത് ആ അർത്ഥം മുഴുവനും സമ്പുഷ്ടമാകുന്നില്ലെങ്കിലും, അതെ, നമ്മുടെ ഫാളൻ ഹ്യൂമൻ നേച്ചർ കർത്താവ് എടുത്ത് ദൈവത്തിൻ്റെ വിശുദ്ധമായ നേച്ചർ നമുക്ക് തന്നു എന്ന് വിശ്വസിക്കുക. ഓ അത്ഭുതകരമായ രൂപാന്തരമേ എന്നാണ് ഇവിടെ പറയുന്നത്. എക്സ്ചേഞ്ച് എന്ന് പറയുന്നില്ല, കൈമാറ്റമേ. മനുഷ്യന്റെ സൃഷ്ടാവ് മനുഷ്യനായി കന്യകയിൽ നിന്ന് പിറക്കാൻ കഴിഞ്ഞു. മനുഷ്യ ബീജത്തിൽ നിന്നല്ലാതെ മനുഷ്യനായി വന്ന് അവിടെ നിന്ന് നമുക്ക് തന്റെ ദൈവീകതയിൽ പങ്കു നൽകിയിരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് എ മാർവലസ് എക്സ്ചേഞ്ച്. Man's creator has become man, born of the Virgin. അപ്പോൾ ഇവിടെയാണ് ഉണ്ണീശോയെ ഈ ക്രിസ്മസ്, ഡ്യൂറിങ് ദിസ് ക്രിസ്മസ് ടൈം, whenever it is good to have a infant Jesus in our home, thinking that this infant Jesus is not only God, he is also man. In him every one of us is there. ഈ മലയാളത്തിലെ കുർബാനയിലുള്ള പ്രാർത്ഥനയിൽ പറയുന്നത്, പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വീകരിച്ചു. അപ്പൊ ഇതെല്ലാം ഈ ആഗമന കാലത്തിന്റെ സന്ദേശമാണ്. ഇതെല്ലാം ആഗമന കാലത്തിൽ ആരംഭിച്ചു. സ്നേഹമുള്ളവരെ, നമുക്ക് ഇനി ഇവിടെ നിർത്താം.
നമുക്കിനി ഇതിനെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. Praise you, Jesus. Thank you, Lord. Hallelujah, 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 hallelujah. എല്ലാവർക്കും നന്ദി. Thank you very much. God bless you, bless you, bless you. Bye bye, bye bye, bye bye, bye bye.